ഇങ്ങനെ പരാതി പറഞ്ഞാലേ നോർമൽ ആൾക്കാർ ജീവിക്കുന്നത്. നമ്മുടെ വളർച്ചയുടെ കുറവ് മുഴുവൻ മറ്റാരെങ്കിലും കാരണമാണ്. ചില ആൾക്കാരെ കുറിച്ച് പറയുന്ന കാലില്ല, പരാതിപ്പെട്ടിയാന്ന് പറയും. അവർക്ക് എപ്പോഴും പരാതികളാണ്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, മറ്റൊരു വിളിച്ചില്ല. ജീവിതത്തിൽ പല തിക്താനുഭവങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ പരാതിപ്പെടുകയാണ്. അവൻ കാരണമാണ്, ഇവൻ കാരണമാണ്, മറ്റവൻ പറ്റിച്ചുകൊണ്ടാണ്, എൻ്റെ ബന്ധു ഒരാൾ പറ്റിച്ചുകൊണ്ടാണ്, അവൻ പാര വെച്ചുകൊണ്ടാണ്. ഇങ്ങനെ പരാതി പറഞ്ഞാലേ നോർമൽ ആൾക്കാർ ജീവിക്കുന്നത്. നമ്മുടെ വളർച്ചയുടെ കുറവ് മുഴുവൻ മറ്റാരെങ്കിലും കാരണമാണ്. അല്ലെങ്കിൽ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ടാണ്, അയലോക്കംകാരൻ ഇങ്ങനെയാണല്ലോ, ബന്ധുക്കൾ എങ്ങനെയാണ്, നമ്മുടെ നാട്ടുകാർ മുഴുവൻ മോശമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കംപ്ലൈനിങ്ങിലായിരിക്കും നോർമൽ ആൾക്കാർ മുഴുവനും. ചില ആൾക്കാരെ കുറിച്ച് പറയുന്ന കാലില്ല, പരാതിപ്പെട്ടിയാന്ന് പറയും. അവർക്ക് എപ്പോഴും പരാതികളാണ്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, മറ്റൊരു വിളിച്ചില്ല, എന്തെങ്കിലുമൊക്കെ അവർക്ക് എപ്പോഴും പരാതിയായിരിക്കും. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അവർ ചെല്ലുന്നിടത്തെല്ലാം പരാതി ക്ലാസ് ആയിരിക്കും. പരാതി ക്ലാസ്സിന് ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല. പരാതിയില്ലാതെ നമ്മൾ ഉള്ളതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ വിജയം. മറ്റുള്ള ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു തരേണ്ടത് വേണ്ട രീതിയിൽ ചെയ്തു തരാത്തതുകൊണ്ടാണ് എപ്പോഴും മറ്റുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനാണ്, കൂടുതൽ ആൾക്കാരുടെ കൂടെ എപ്പോഴും പ്രവർത്തിക്കാൻ അവർ താല്പര്യപ്പെടുന്നവരാണ്. കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് പോയാലേ ഒരു വലിയ ബിസിനസ്സുകാരനാകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന കേരളത്തിലെ ഏതൊരു വലിയ ബിസിനസ്സുകാരും എത്ര വലുതായിട്ടുണ്ടെങ്കിലും അവർ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്.